നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകണം. അവിടെ പ്രിൻസ് ജെയിംസ് ഉണ്ട്. പ്രിൻസ്, ഇടുക്കി പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ എങ്ങനെയാണ് സാഹചര്യം? എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് പുലർച്ചെ മുതലുള്ള അതിശക്തമായ ഒരു മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരിയ ഒരു കുറവുണ്ടെങ്കിൽ പോലും മഴ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ശക്തമല്ലെങ്കിൽ പോലും മഴ ഇപ്പോഴും പെയ്യുന്നു. എന്തായാലും ജില്ലയിലുള്ള ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്നും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. അപ്പം ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികൾ എത്തുന്നവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും ഒപ്പം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുതെന്നും പ്രത്യേകിച്ചും ജലാശയങ്ങളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും പുഴകളിലേക്കും ഇറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നിർദ്ദേശം നൽകുകയും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇവർ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം ജീപ്പ് സഫാരി അടക്കമുള്ള കാര്യങ്ങൾക്കും നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ചും കൊളുക്കുമലയിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി താൽക്കാലികമായി DTPC നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം ഇതിനോടൊപ്പം തന്നെ മഴയ്ക്കൊപ്പം മൂടൽ മഞ്ഞും ഉള്ളതും അപകട സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലുള്ള യാത്ര പൂർണ്ണമായും താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. ഖനനമടക്കമുള്ള നടപടികൾക്കും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ജില്ലയിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ ഒടിയാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നതിനാണ് രാത്രികാല യാത്രകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ തുടരുന്നത്. ശരി. നേരത്തെ MG മിഥുൻ ഉണ്ടായിരുന്നത് ഇവിടെ ചാക്കയിലായിരുന്നു. ചാക്കയിൽ വലിയ വെള്ളക്കെട്ട് മിഥുൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ കനത്ത വെള്ളക്കെട്ടാണ് ചാക്കയിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ മിഥുൻ